വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവരും നമ്മുടെ ഗീവ് അവേ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ ഒരുപാട് കമന്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അറൌണ്ട് 104 കമന്റ്സ് ആയിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാ കമന്റ്സും ഞാൻ വായിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ആരെ സെലക്ട് ചെയ്യണമെന്ന് ശരിക്കും ഞാൻ കൺഫ്യൂഷൻ ആയിപ്പോയി. അത്രമാത്രം കമന്റ്സ് ഉണ്ട്. അപ്പൊ കമന്റ്സ് ഇട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ നിങ്ങൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിലും നന്ദി. അപ്പൊ നിങ്ങൾ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ 3 വിന്നേഴ്സിനെയാണ് ചൂസ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു 3 വിന്നേഴ്സിനെ നമ്മൾ എടുക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. കാരണം ആ കമന്റ്സ് ഒക്കെ വായിച്ച് നമുക്ക് എല്ലാവരെയും ചൂസ് ചെയ്യാൻ വേണ്ടി തോന്നും. അത്രമാത്രം കമന്റ്സ് ആണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ഇനിയും ഒരുപാട് ഗീവേഴ്സ് വരുന്നുണ്ട്. ഇതിപ്പോ എൻ്റെ ഫസ്റ്റ് ഗീവ് അവേ ആയിരുന്നു. അപ്പൊ ഇനിയും ഒരുപാട് ഗീവ് അവേസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ഗീവ് അവേസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനിയും ഇങ്ങോട്ടും അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ആ വിന്നർ ആരാന്ന് നോക്കാം. അതായത് 3 വിന്നേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാം ഒരേപോലെ 3 വിന്നേഴ്സിനാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, 5 പേർക്ക് നമ്മുടെ ഈ ഒരു റീല് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് ആ ഇട്ടിട്ടുണ്ടായിരുന്ന വിന്നറിന്റെ ആ ഒരു പർട്ടിക്കുലർ റീല് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്താ വേണമെന്നുള്ള കമന്റ് ചെയ്യുക. അപ്പൊ കമന്റ്സ് എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു 5 റീല് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഈ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന 3 പേരും ആ ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ എനിക്ക് മെസ്സേജ് അയക്കണം. ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ അറ്റ് ദ എൻഡ് ഓഫ് ദി വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് കാണിച്ചു തരാം. അപ്പോൾ അതിലൊരു മെസ്സേജ് അയക്കുക. നിങ്ങൾ അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നിങ്ങൾ 5 പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരു വിന്നറെ നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇന്ന് ഒരു 5:30 അല്ലെങ്കിൽ 6 അതിനുള്ളിൽ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരണേ. എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്ത് ആ ഒരു വിന്നറിന് കൊടുക്കാൻ വേണ്ടി പറ്റല്ലേ. അപ്പം നമുക്ക് വൈകിക്കണ്ട. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നർ വന്നിട്ട് കമൻറ്റ് ഇട്ടേക്കുന്ന ഐ ഡി എന്ന് പറയുന്നത് ലിറ്റിൽ ഹാപ്പി K64M4S എന്ന് പറഞ്ഞിട്ടൊരു ജിമെയിൽ ഐ ഡിയാണ് അയച്ചേക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുന്നത്, എനിക്ക് കുറേ ബുക്സ് എന്ന് പറഞ്ഞാൽ ഒരു 15 എങ്കിലും എനിക്കും എൻ്റെ അനിയനും ആണെങ്കിലും മതി പ്ലീസ്. എനിക്ക് ബാഗ് 4ാം ക്ലാസ്സിൽ വാങ്ങിച്ചതാ, 9ാം ക്ലാസ് വരെ ഉപയോഗിച്ചതാ. ഇനി അത് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. പക്ഷേ എനിക്ക് ഉപയോഗിക്കാം. ബുക്സ് ആണ് ഇല്ലാത്തത്, അത് തരാമോ? പിന്നെ കുറച്ച് പേനയും പെൻസിലും. അപ്പോൾ ആ കുട്ടി ചോദിച്ചേക്കുന്നത് ബുക്സും പേനയും പെൻസിലൊക്കെയാണോ ചോദിച്ചേക്കുന്നത്. പിന്നെ സ്കൂൾ തുറക്കാറായി, എല്ലാവരും കളിയാക്കും, എനിക്ക് സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല. പാവൻകുട്ടിയല്ലേ. ബുക്ക് പോലും വാങ്ങിച്ചില്ല, ഉപയോഗിച്ചതിൻ്റെ ബാക്കി വേണം ഉപയോഗിക്കാൻ. എന്നെ പരിഗണിക്കും എന്ന് വിചാരിക്കുന്നു. പ്ലീസ് റിപ്ലൈ. എനിക്കിത് കിട്ടുവാണെങ്കിൽ കുറച്ച് ബുക്സും ബാഗും മതി, ചേച്ചിയുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഷിഫാന ആണ് കേട്ടോ കമൻറ്റ് ഇട്ടേക്കുന്നത്. ലാസ്റ്റ് നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷിഫാന ആണ് നമ്മുടെ ഫസ്റ്റ് വിന്നർ വന്നിട്ടുള്ളത്. അപ്പോൾ ഷിഫാനയ്ക്ക് ബുക്കും പെൻസിലും പെന്നൊക്കെയാണ് കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ഗീവ് അവേ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒരിക്കലും ഒരു പിക്കർ യൂസ് ചെയ്തിട്ടല്ല എടുത്തേക്കുന്നത് വിന്നേഴ്സിനെ. കാരണം മെസ്സേജ് അയച്ചിൽ നിന്ന് നമുക്ക് തോന്നുമല്ലോ അപ്പോൾ എന്താണ് ആവശ്യം എന്നുള്ളത് അവർ അയച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിക്കർ യൂസ് ചെയ്യുവാണെങ്കിൽ റാൻഡം ആയിട്ട് ഒരാളെ ആ പിക്കർ ചൂസ് ചെയ്യുമ്പം അത് അർഹതപ്പെട്ടവർക്ക് പോകുന്നില്ല എന്ന് കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പിക്കർ യൂസ് ചെയ്യാതെ നമ്മൾ തന്നെ റാൻഡം ആയിട്ട് ഏത് മെസ്സേജ് ആണോ നമുക്ക് കൊടുക്കണം എന്ന് തോന്നുന്നത് അതിൽ നിന്നാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വിന്നർ വന്നിട്ട് ഷിഫാന ആണ്. ഷിഫാനയ്ക്ക് കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമുക്ക് അടുത്തയാളെ നോക്കാം. അപ്പൊ നമുക്ക് സെക്കൻഡ് വിന്നറെ ചൂസ് ചെയ്യാം. അപ്പൊ സെക്കൻഡ് വിന്നർ വന്നിട്ട് ഷാഹിദ് DTT അങ്ങനെ ഒരു ജിമെയിൽ ഐ ഡിന്ന് മെസ്സേജ് അയച്ചതാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞേക്കുന്നത് ആ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഇൻ അഡ്വാൻസ്. അപ്പൊ ഈ മന്ത് ആ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അതിലൊരു ഗിഫ്റ്റ് തരാമോ? എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ബാഗ് ഇല്ല. ഇത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ അത്താക്ക് പണിയില്ല. എന്തെങ്കിലും സഹായമായിട്ട് തരാമോ? ഒരു ബാഗും കുറച്ച് ബുക്സും തരാമോ? അപ്പോൾ കുട്ടി ചോദിച്ചേക്കുന്നത് ബാഗും ബുക്സും തരാമോ, അത്താക്ക് പണിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുമല്ല കുട്ടി ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേ പേഴ്സണ് നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഷാഹിദിന് ബാഗും ബുക്സും കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് വിന്നർ വന്നിട്ട്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ഷാഹിദ്. ഇനി നമുക്ക് തേർഡ് വിന്നറിനെ നോക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വിന്നർ വന്നിട്ട് ജൂന സേവ്യർ 7800 അന്ന് ജിമെയിൽ ഐ ഡി അയച്ചേക്കുന്നതാണ്. മൈസെൽഫ് ക്രിസ്റ്റീന. അപ്പോൾ ക്രിസ്റ്റീന ആട്ടോ നമ്മുടെ തേർഡ് വിന്നർ വന്നിട്ട്. ഈ ഗിവ് അവേയിൽ എൻ്റെ വിഷയം അനുസരിച്ച് ഗിഫ്റ്റ് കിട്ടിയാൽ വളരെ നന്നായിരിക്കും. കാരണം ഉണ്ട് മേടിക്കണമെന്ന് ആഗ്രഹിച്ച് പോയാലും എൽഡർ വൺസ് മേടിച്ച് തരില്ല.
My wish is a cute stationery kit with so much supply and it should be affordable. Like I only want some gift cute pens, highlighters, pencil. അങ്ങനത്തെ ഐറ്റം സ്റ്റേഷനറി കിറ്റ് ആയിട്ടോ ക്രിസ്റ്റീന ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഐറ്റംസ് ക്രിസ്റ്റീനയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ തേർഡ് നമ്മുടെ വിന്നർ വന്നിട്ട് ക്രിസ്റ്റീനയാണ്. അപ്പോൾ ഫസ്റ്റ് വന്നർ വന്നിട്ട് ഷിഫാന, സെക്കൻഡ് ഷാഹിദ്, തേർഡ് ക്രിസ്റ്റീന. അപ്പോൾ 3 വിന്നേഴ്സ് ഉണ്ട്. അപ്പോൾ 3 പേർക്കും എൻ്റെ ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. ഗിഫ്റ്റ് കിട്ടാത്ത ആരും വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൂടെ ഞാൻ തരുന്നുണ്ട്. അതായത് നമുക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ഏറ്റവും നെസസറി ആയിട്ടുള്ള ഒരു 2 ഐറ്റംസ് ഞാൻ വാങ്ങുന്നുണ്ട്. ഈ ഒരു ഗിഫ്റ്റിൻ്റെ കൂടെ 2 ഐറ്റംസ് കൂടെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമുക്ക് എന്താണ് ഭയങ്കര നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ സ്കൂളിലേക്ക്, ഇതില്ലാതെ നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനത്തെ ഒരു 2 ഐറ്റംസ് ഗിഫ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ വാങ്ങിക്കുന്നുണ്ട്. ആ ഒരു ഗിഫ്റ്റ് ഗീവ് അവേ ഓഫ് ഗീവ് അവേ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിൽ കമൻറ്റ് ചെയ്യുക അതെന്താ നിങ്ങൾ ഗസ് ചെയ്യുക കേട്ടോ. ആ 2 ഗിഫ്റ്റ് ഞാൻ വാങ്ങിക്കുന്നത് എന്താ നിങ്ങൾ ഗസ് ചെയ്യുക. ആ ഗസ് ചെയ്യുന്ന ആൾക്ക് ഞാൻ ആ ഒരു ഗിഫ്റ്റും കൂടെ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആ ഒരു ഗിഫ്റ്റ് കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്ന ആളെ സെലക്ട് ചെയ്ത് ആ ഒരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഈ 3 ഗിവ് വിന്നേഴ്സിനെ കൂട്ടാതെ 2 പേരെയും കൂടെ നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരുപാട് കമൻറ്റ്സ് വന്നപ്പോൾ എനിക്ക് വിഷമമായി. 3 പേരെ ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ജെന്യൂനായിട്ട് കുറേ കമൻറ്റ്സ് ഇങ്ങനെ എടുത്ത് വേറൊരാൾക്ക് കൊടുത്ത് അതിൽ നിന്ന് ആൾ സെലക്ട് ചെയ്ത 3 വിന്നേഴ്സിനാട്ടോ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 3 വിന്നേഴ്സിനെ കൊടുത്ത് എങ്ങനെ ശരിയാവുക, എല്ലാവർക്കും എനിക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 2 പേരെയും കൂടെ സെലക്ട് ചെയ്യാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. അപ്പോൾ നെസസറി ആയിട്ടുള്ള 2 ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിക്കുന്നത്. അത് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ പോയി കമൻറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു കമൻറ്റ് കറക്റ്റായിട്ട് ആ ഒരു ഐറ്റം കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്ന 2 പേർക്ക് നമുക്ക് ആ ഒരു ഗിഫ്റ്റ് കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിന്നേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ യൂട്യൂബിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ വന്നിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ വീഡിയോ 5 പേർക്ക് ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ. അത് അയച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. നമ്മളൊരു ക്രൈറ്റീരിയ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു റീല് ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ഇട്ട്. ഇപ്പോൾ കമൻറ്റ് ഓൾറെഡി ഇട്ടത് കൊണ്ട് ആ 5 റീല് ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടോടെ അയക്കുക കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ വിന്നറിനെ എടുക്കുന്നതായിരിക്കും. ഇനി അതിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഇതാ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ദ റൈഡർ ഗേൾ ഫാത്തി, ഇതാണ് കേട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ്. അപ്പോൾ നിങ്ങൾ അതിൽ കാണുന്നില്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ പോയി സെർച്ച് ചെയ്താൽ കിട്ടും. ദ റൈഡർ ഗേൾ ഫാത്തി അല്ലെങ്കിൽ ഫാത്തിമ ഷിജിൻ, FATHIMASHIJIN. ഇതാണ് കേട്ടോ. ബയല് കൊടുക്കാം കേട്ടോ. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, അതിൽ നമ്മുടെ ആ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഗസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഇനി ഒരുപാട് ഗിവേഴ്സും വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.